മുതലാളി എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. രാജീവ് ചന്ദ്രശേഖർ കേരള ബിജെപിയുടെ അധ്യക്ഷനായതിനു പിന്നാലെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് മലയാളികളെ തേടിയെത്തിയത്. പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് റമദാൻ സമ്മാനമായി റമദാൻ കിറ്റ് നൽകാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല. അതോടൊപ്പം പ്രകോപനപരമായ പ്രസംഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ കമന്റുകളോ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്ന്. അതിന്റെ സുഖം വേറെ തന്നെയാണ്. ആ സുഖം ഇനി ഇവിടെ നടപ്പില്ല. മനസ്സിലായ? ആ വർത്താനം പറയരുത്. അളിയനേക്കാൾ മുമ്പ് ഉള്ളിയും കൊട്ടോടും കണ്ടോനാണ് ഞാൻ. വേണി ബേപ്പൂർ ചെന്ന് അന്വേഷിച്ചോക്കെ കുഞ്ഞോട്ട് ആരാണ്. രാജീവ് ചന്ദ്രശേഖർ കർശന നിർദ്ദേശം നൽകിയെന്നും അതായത് 32 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ നിർധനരായ മുസ്ലിം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് കൊടുക്കാനാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇതിന്റെ ഭാഗമായി കേരളത്തിലും നിർധനരായ മുസ്ലിങ്ങളെ കണ്ടെത്തി, മുസ്ലിം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ബിജെപി നേതാക്കൾ കിറ്റ് കൊടുക്കുകയാണ്. എനിക്കും ജീവിക്കണ്ടോ? നേരത്തെ ക്രിസ്മസിന് ക്രിസ്ത്യാനികളുടെ വീട്ടിലെത്തി ക്രിസ്മസ് കേക്ക് കൊടുത്തുകൊണ്ട് ബിജെപി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ ബിജെപി അധ്യക്ഷനായി വന്നതിന് പിന്നാലെ ഞാൻ ഒരു പ്രശ്നക്കാരനല്ല എന്ന് വരുത്തുന്ന വിധത്തിൽ ഞാനൊരു വലിയ സംഭവം അല്ലേ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം മലയാളികൾക്ക് കൊടുക്കുന്ന വിധത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റും. സൗഗത് ഇ മോദി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിലെ നിർധനരായ മുസ്ലിങ്ങൾക്ക് മുഴുവൻ ബിജെപിക്കാർ ഈ റമദാൻ കിറ്റ് കൊടുക്കാൻ പോകുന്നത്. നിന്റെ വേലയൊക്കെ മനസ്സിരിക്കട്ടെ. ആ ബിജെപിയാണ് റംസാന് കിറ്റ് കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതേ ബിജെപി നേതാവായ PC ജോർജാണ് കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങളെ മുഴുവൻ പച്ച ചീത്ത വിളിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ അഭിരമിച്ചത്. നമ്മളോട് എന്തിനാ ഇത്ര ശത്രുത? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രു. അതായത് ഒരു വശത്ത് ക്രൈസ്തവ ബിജെപി ഐക്യത്തിന് വേണ്ടി PC ജോർജ് മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു പ്രത്യേക ജീവിതമല്ലേ, മുസ്ലിങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളും ബിജെപി IT സെല്ലിൽപ്പെട്ടവരടക്കം നടത്തിക്കൊണ്ട് ഈ മുനമ്പം വിഷയത്തിലൊക്കെ PC ജോർജും ഷോൺ ജോർജും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവരെ കൂടെ നിർത്തുക. അതായത് മുസ്ലിം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പലതും അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നമുക്ക് BJP ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് ഒരു ചിത്രീകരിച്ചുകൊണ്ട് PC ജോർജ് ഒരു ലൈനിൽ ഒരു കളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ തല്ലിയാ നന്നാവില്ല. അതിനിടയിലാണ് ന്യൂസ് 18 കേരളത്തിൽ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോകും? ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ വേണ്ടി PC ജോർജിനെ പോലുള്ളവരെ ഒരു വശത്ത് അഴിച്ചുവിടുന്നു. ഓളത്തിലൊന്നും ഞാനിരിക്കുന്നവർക്ക് പറയരുത്, എനിക്ക് തർക്കമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇത്രയും വയസ്സായിട്ടും വാദത്തിന്റെ അലോഹ്യൊന്നുമില്ല ചേട്ടാ. അതൊരു വശത്ത് പോകുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി കിറ്റ് കൊടുക്കുകയാണ്. ഇതെങ്ങനെ വിജയിക്കുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവന്മാരെ ഒക്കെ വെച്ച് ഞാൻ ഈ ഹോട്ടൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകും എന്റെ ഭഗവാനെ? ഇപ്പൊ തന്നെ PC ജോർജ് അടക്കമുള്ളവർ പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണെന്ന് പറഞ്ഞ് എല്ലാ മുസ്ലിം സംഘടനകളും ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഏത് നേരത്തെ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ഇവിടെ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുകയാണ് BJP എന്ന് BJP മുമ്പ് K സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നപ്പോൾ ഏറ്റെടുത്ത പല വിവാദങ്ങളും കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ നോ ഹലാൽ വിവാദമൊക്കെ, അതായത് ഹലാൽ എന്ന് പറയുന്നത് ഉസ്താദുമാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് കൃത്യമായി K സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുമല്ലടാ. അതിന്റെ പേരിൽ മുസ്ലിം സമുദായവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഈ BJP നേതൃത്വം. അപ്പോൾ ഒരു വശത്ത് PC ജോർജിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നു, മറുവശത്ത് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് ഈ പറയുന്ന ഈ റമദാൻ കിറ്റുമായി BJPക്കാർ ചെല്ലുന്നു. ഇതിനെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഇങ്ങനെ കാണുന്നു. ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യാൻ BJP ഇപ്പോൾ നടപ്പാക്കുന്ന പരിപാടികൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് മാത്രമല്ല, കേരളത്തിൽ മതത്തിനതീതമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും നിലവിലെ സ്ട്രാറ്റജി കൊണ്ട് BJPക്ക് സ്വീകാര്യതയോടുകൂടി ചേർത്തു നിർത്താൻ കഴിയില്ല.
ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായി കേക്കും ഈ പറയുന്ന റംദാൻ കിറ്റും ഒക്കെ കൊടുത്ത് കൂടെ നിർത്താമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ PC ജോർജിന് ഈ ഒരു നിലപാട്, അതായത് ഇപ്പോൾ ഈ ന്യൂസ് 18 കേരളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ നിലപാടാണ് BJP സ്വീകരിക്കുന്നതെങ്കിൽ PC ജോർജ് ഒക്കെ വാപൂട്ടി മിണ്ടാതിരിക്കേണ്ടി വരും. കിറ്റൊക്കെ വാങ്ങാം, പക്ഷെ PC ജോർജിനെ BJP പുറത്താകേണ്ടി വരും. അല്ലാതെ കിറ്റ് വേണ്ട. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു.